കേരളത്തിൽ നിന്നുള്ള ലെസ്ബിയൻ ദമ്പതികളായ ആദില നസ്രിനും ഫാത്തിമ നൂറയും ഒരുമിച്ച് ജീവിക്കാൻ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മത്സരാർത്ഥികളായി എത്തുകയും ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ ബിഗ് ബോസ് ഫ്രാഞ്ചൈസിയുടെ ഏതെങ്കിലും പതിപ്പിൽ പങ്കെടുത്ത ആദ്യ പരസ്യ ലെസ്ബിയൻ ദമ്പതികളാണ് ഇവർ. സൗദി അറേബ്യയിൽ ഹൈസ്കൂളിൽ വെച്ചാണ് ആദിലയും നൂറയും ആദ്യമായി കണ്ടുമുട്ടുന്നത്. അവരുടെ ബന്ധം പുറത്തായപ്പോൾ മതപരമായ കാരണങ്ങളാൽ രണ്ട് കുടുംബങ്ങളും അതിനെ എതിർത്തു. ഇത് പീഡനങ്ങൾക്കും ശാരീരിക ഉപദ്രവങ്ങൾക്കും കാരണമായി. 2022-ൽ നൂറയെ കുടുംബം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് ആദില കേരള ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. കോടതി അവർക്ക് അനുകൂലമായി വിധി പറയുകയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ സ്വവർഗ ദമ്പതികൾക്ക് ഒരു വഴിത്തിരിവായി. ബിഗ് ബോസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ IT പ്രൊഫഷണലുകളും കണ്ടന്റ് ക്രിയേറ്റർമാരും എന്ന നിലയിൽ ഇവർ ഏറെ അറിയപ്പെട്ടിരുന്നു. തങ്ങളുടെ ജീവിതവും യാത്രയും ഫാഷനും തുറന്നു കാണിച്ചുകൊണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. 2025 ഓഗസ്റ്റ് ആദിലയും നൂറയും ഒരുമിച്ച് ഒരു മത്സരാർത്ഥിയായാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചത്. ഇത് ഷോയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. മുഖ്യധാരാ മാധ്യമങ്ങളിൽ LGBTQ പ്രാതിനിധ്യത്തിനുള്ള വലിയൊരു ചുവടുവയ്പായി ഇത് വിലയിരുത്തപ്പെട്ടു. സീസണിന്റെ പകുതിയിൽ ഇരുവരെയും വ്യക്തിഗത മത്സരാർത്ഥികളായി തിരിച്ചു മത്സരിപ്പിച്ചു. തുടക്കത്തിൽ ആദിലയായിരുന്നു കൂടുതൽ സംസാരിച്ചിരുന്നതെങ്കിലും പിന്നീട് നൂറ ഒരു മികച്ച വ്യക്തിഗത മത്സരാർത്ഥിയായി വളർന്നു. തങ്ങളുടെ യാത്രയിലുടനീളം ദമ്പതികൾ തങ്ങളുടെ പോരാട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധശേഷിയെക്കുറിച്ചും തുറന്നു സംസാരിച്ചു. LGBTQ പ്രാതിനിധ്യത്തിനും അംഗീകാരത്തിനും വേണ്ടി ശബ്ദമുയർത്താൻ തങ്ങളുടെ വേദി ഉപയോഗിച്ചു. പ്രേക്ഷകർ, ആക്ടിവിസ്റ്റുകൾ, ഷോയുടെ അവതാരകനായ മോഹൻലാൽ എന്നിവരിൽ നിന്നടക്കം വ്യാപകമായ പിന്തുണ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബം ഇനിയും ഇവരെ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറി നിൽക്കുന്നു. ബിഗ് ബോസിലെ ഫാമിലി വീക്കിലടക്കം ഇരുവരുടെയും ഫാമിലികൾ എത്തിയിരുന്നില്ല. ഒരു സഹമത്സരാർത്ഥി സ്വർഗാനുരാഗത്തെക്കുറിച്ച് വിദ്വേഷപരമായ പരാമർശം നടത്തിയത് സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. സമൂഹമെന്നും അതിന്റെ അതിർവരമ്പുകളിൽ നിർത്തുന്നവരെയാണ് മോഹൻലാൽ പിന്തുണച്ചിരിക്കുന്നത്. എന്റെ വീട്ടിൽ അവരെ ഞാൻ കയറ്റുമല്ലോ എന്ന മോഹൻലാലിന്റെ മറുപടി കാലങ്ങളായി മലയാളികൾ കൊണ്ടു നടക്കുന്ന സദാചാര മുഖത്തിന് ഏറ്റവും വലിയ അടിയായിരുന്നു. ഇന്നിപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ 10ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി ആദില തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആദില നൂറ ദമ്പതികളുടെ ബിഗ് ബോസ് ഹൗസിനകത്തെ ഈ മുന്നേറ്റം കേരള സമൂഹത്തിന്റെ മാറുന്ന ചിന്താഗതിയുടെ അടയാളമായി കണക്കാക്കാം. മറ്റൊരു മത്സരാർത്ഥിയുടെ പ്രൊഫൈലുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.